ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരെന്തൊക്കെ പറഞ്ഞാലും മലയാള സിനിമ ഇപ്പോഴും രണ്ട് സൂപ്പർ സ്റ്റാറുകളെ ചുറ്റിപ്പറ്റി തന്നെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആരൊക്കെ രണ്ടുപേരെന്ന മമ്മൂട്ടി മോഹൻലാലും. അത് സംശയം എന്താ? എത്രയോ വർഷമായി അവർ ഈ ഫീൽഡിൽ നിൽക്കുന്നു. അവരുടെ കാലം കഴിഞ്ഞു. അവർക്ക് അവരെ നിർത്തിക്കൂടെ? വേറെന്തെങ്കിലും ജോലി ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചവരുണ്ട്, എഴുതിയവരുണ്ടെന്ന് ആലോചിക്കണം. പുതിയവർ വരട്ടെ, പുതിയവർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കണം, സിംഹാസനം ഒഴിഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞവരുണ്ടെന്ന് ആലോചിക്കണം. ഇത് ഇവരുടെ കാര്യത്തിൽ മാത്രമല്ല. യേശുദാസിനെ കുറിച്ച് പറഞ്ഞവരുണ്ട്, ONV കുറിച്ച് പറഞ്ഞവരുണ്ട്. യേശുദാസിന് പാട്ടൊന്ന് നിർത്തിക്കൂടെ? അങ്ങേര് പാട്ട് നിർത്തിയാൽ പുതിയവർക്ക് അവസരം കിട്ടുമല്ലോ. ONV പാട്ടെടുത്ത് നിർത്തിക്കൂടെ? പുതിയവർക്ക് അവസരം കിട്ടുമല്ലോ എന്നൊക്കെ ചോദിച്ചൊരു കാലമുണ്ടായിരുന്നു. കാരണം വർഷത്തിൽ പ്രഖ്യാപിക്കുന്ന എല്ലാ അവാർഡുകളും വാങ്ങിക്കൂട്ടുന്നവരാണ്. കൂടുതൽ സിനിമകളിൽ പാടുന്നത് യേശുദാസാണ്. യേശുദാസില്ലാതെ എന്ത് മലയാള സിനിമ എന്ന് ചോദിച്ചവരുണ്ടായിരുന്നു. അങ്ങനെ മാറ്റി നിർത്തിയപ്പോഴും ഇവരുടെയൊക്കെ പേരുകൾ ഉപേക്ഷിക്കാനോ ഇവരെയൊക്കെ പുറന്തള്ളാനോ മലയാള സിനിമയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാണ് ഈ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സ്ഥിതി എന്നാലോചിക്കണം. ഇവർക്ക് വേറെ ജോലി ചെയ്തുകൂടെ, നിർമ്മാണം ചെയ്തുകൂടെ, അല്ലെങ്കിൽ സംവിധാനം ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. അവരിപ്പോൾ നിർമ്മിക്കുന്നുണ്ട്, സംവിധാനം ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ഒപ്പം അവർ അഭിനയം തുടരുന്നു എന്നുള്ളതാണ്. നമ്മൾ നോക്കൂ, ഈ 2023 തന്നെ എടുത്തു നോക്കുമ്പോൾ ഇവർ രണ്ടുപേരെയും മാറ്റി വെച്ചുകൊണ്ട് മലയാള സിനിമയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ? എന്തെല്ലാം കോൺട്രിബ്യൂഷനാണ് മമ്മൂട്ടിയുടെ കമ്പനിയും മമ്മൂട്ടി അഭിനയിച്ച സിനിമകളും മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ മലയാള സിനിമയുടെ അച്ചുതണ്ട് മമ്മൂട്ടിയും മോഹൻലാലും അല്ലേ? അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, മമ്മൂട്ടിയുടെ പേര് വേണമെങ്കിൽ സമ്മതിക്കാം, മോഹൻലാൽ എന്ത് അച്ചുതണ്ട്? 2023 ഈ വർഷം അവസാനിക്കുമ്പോൾ തന്നെ നോക്കൂ, മോഹൻലാലിൻ്റെ എത്ര സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയ സിനിമയിൽ തന്നെ മോഹൻലാലിന് എന്ത് ഗുണം ചെയ്തിട്ടുണ്ട്. മോഹൻലാലിൻ്റെ കാലം കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞങ്ങൾ ഒരു വിഭാഗം വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞവരുണ്ട്. അവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, എവിടെ മോഹൻലാലിൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് തെളിവാണുള്ളത്? ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അയാളുടെ സിനിമകളാണ് അയാളെ നിലനിർത്തുന്ന ആലോചിക്കണം. മോഹൻലാലിന് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ശരീരശാസ്ത്ര സംബന്ധമായി ചില അസുഖങ്ങൾ വന്നു എന്നാൽ അസുഖങ്ങൾ വേറെ ഒന്നുമല്ല, ഒരു സിനിമയ്ക്ക് വേണ്ടി ചെറുപ്പമാകാൻ വേണ്ടി ചില മരുന്നുകൾ ഇഞ്ചക്ഷനിൽ കഴിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് അദ്ദേഹത്തിന് താടി വടിക്കാത്ത രീതിയിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായത്. താടി വെച്ച് അഭിനയിച്ചപ്പോഴും മോഹൻലാലിൻ്റെ സിനിമകൾ ഹിറ്റായിട്ടുണ്ട്. മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞവരുണ്ട്. പക്ഷെ ഇപ്പോൾ പറയുന്നതല്ല, എല്ലാ സിനിമയിലും താടി വെച്ചിട്ടാണ് മോഹൻലാൽ അഭിനയിക്കുന്നത്. നിങ്ങൾ മോഹൻലാലിൻ്റെ താടി ശ്രദ്ധിക്കേണ്ട, മോഹൻലാലിൻ്റെ അഭിനയം ശ്രദ്ധിച്ചാൽ മതി. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം നിങ്ങൾ എഴുതിത്തള്ളാനിരിക്കുന്ന മോഹൻലാലിൻ്റെ പുതിയ സിനിമകളെക്കുറിച്ചാണ് ഞങ്ങൾ മമ്മൂട്ടിയെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. 21-ാം തീയതി ഒരു സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്, നേര്, ട്രൂത്ത് എന്നൊക്കെ അർത്ഥമുണ്ട്. സത്യം, അത് കോടതിയാണ് തെളിയിക്കുന്നത്. അപ്പോൾ ഒരു കോർട്ടിൽ നടക്കുന്ന സംഭവമായിട്ടുള്ള ഒരു സിനിമ. ജിത്തു ജോസഫാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത് ആലോചിക്കണം. ജിത്തു ജോസഫിൻ്റെ സിനിമകൾ ഏത് രീതിയിലുള്ളതാണ്, അത് മിനിമം ഗ്യാരണ്ടിയുള്ള സിനിമയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അല്ലേ? അത്രമാത്രം ഈ ക്രൈം സബ്ജക്റ്റ് കൈകാര്യം ചെയ്ത് വിജയിച്ച ഒരു സംവിധായകനും എഴുത്തുകാരനുമാണ് ജിത്തു ജോസഫ് എന്നാലോചിക്കണം. ആ ജിത്തു ജോസഫിൻ്റെ പുതിയ സിനിമയാണ് നേര് എന്നാലോചിക്കണം. നേര് സത്യത്തിൽ അത് നനയ്ക്കാത്തൊരു സമയത്ത് വീണ് കിട്ടിയ ഒരു സിനിമയാണ് അവർക്ക്. വേറെ സിനിമകൾ പ്ലാൻ ചെയ്ത അവസരത്തിൽ കുറച്ച് ദിവസം വീണ് കിട്ടിയപ്പോൾ ആ ദിവസത്തിനുള്ളിൽ എടുക്കാവുന്ന ഒരു സിനിമ അവരെടുത്തു. അതാണ് നേര് ഒരു കോടതിയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ. അപ്പോൾ പിന്നെ കോടതിയിൽ നടക്കുമ്പോൾ മോഹൻലാൽ ജഡ്ജിയോ വക്കീലോ ആവണമല്ലോ. അതെ, മോഹൻലാൽ വക്കീൽ വേഷത്തിലാണെന്ന് ആലോചിക്കണം. മമ്മൂട്ടിയോടൊപ്പം തന്നെ 2 നായികമാരുണ്ട്, അവരും വക്കീൽ വേഷത്തിലാണെന്ന് ആലോചിക്കണം. ആ കോടതിയിൽ നടക്കുന്ന അപ്പോൾ നിങ്ങൾ തീപ്പാറുന്ന രംഗങ്ങളുണ്ടാകുമോ? തീപ്പാറുന്ന രംഗങ്ങൾ ഉണ്ടാകുമെന്ന് ഇവരും അവകാശപ്പെടുന്നില്ല. ഒരു മോഹൻലാലിൻ്റെ സിനിമ കാണാൻ, അതായത് പല ആക്ഷൻ അതിമാനുഷിക രംഗങ്ങൾ പ്രതീക്ഷിച്ച് വരുന്നവർക്കും
ഈ സിനിമ രസിക്കണമെന്നില്ല എന്നുള്ളതിനെയാണ് ഇവർ നെഗറ്റീവായിട്ട് ഇവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വന്തം സിനിമയെ നെഗറ്റീവായിട്ടുള്ള പ്രചരണം കൊടുത്തുകൊണ്ട് പോസിറ്റീവാക്കുന്നൊരു തന്ത്രം ഇപ്പോൾ മലയാള സിനിമയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കണം. അപ്പോൾ നേര് നിങ്ങൾ കാണാൻ വരുമ്പോൾ ഞങ്ങൾ പറയുന്നു, നേര് കാതൽ നിങ്ങൾ എങ്ങനെ ഇഷ്ടപ്പെട്ടുവോ ആ കാതിലിൻ്റെ വേറൊരു സ്റ്റൈൽ സിനിമയാണ് ഈ നേരെന്ന് ആലോചിക്കണം. അത് കഥ പറയുന്നതിലല്ല കാര്യം, അത് നേര് തിയേറ്ററിൽ കാണുന്നു എന്നുള്ളതാണത്. അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതൊരു കോർട്ടിൽ നടക്കുന്ന ഒരു സിനിമയാണ്. ആ കോർട്ടിൽ നടക്കുന്ന സിനിമയാകുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഒരു നാടകം കാണുന്ന ഒരു സ്റ്റേജിൽ ഞങ്ങൾക്ക് നാടകം കളിക്കുന്ന പോലെ അല്ലേ? സ്റ്റേജിൽ നാടകം എന്താ? നാടകം നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ലേ? നാടകങ്ങൾ സൂപ്പർ ഹിറ്റാക്കിയിട്ടില്ലേ? സൂപ്പർ ഹിറ്റായ നാടകങ്ങൾ ഇവിടെ സിനിമയിലേക്ക് വന്നിട്ടില്ലേ? അതേ സ്ഥാനത്ത് നാടകം വിജയിച്ചതുപോലെ സിനിമ വിജയിക്കണമെന്നില്ല, സിനിമ വിജയിച്ച പോലെ നാടകവും വിജയിക്കണമെന്നില്ല എന്നാലോചിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം ആലോചിക്കുക. അവിടെ തോപ്പിൽ ഭാസിയുടെ തുലാഭാരം എന്നുള്ളൊരു സിനിമ നാടകം, ആ നാടകം ഏതെല്ലാം ഭാഷകളിൽ നിർമ്മിച്ചു, ഓടി. ഇവിടെ നാടകത്തെ പോലെ തന്നെ വളരെ പ്രശസ്തമായ നാടകമായിരുന്നു തുലാഭാരം. അത് കണ്ട് കണ്ണീര് വീഴ്ത്തിയവരുണ്ടെന്ന് ആലോചിക്കണം. നമ്മുടെ ശാരദയ്ക്ക് ഉർവശി അവാർഡ് നേടിക്കൊടുത്ത സിനിമയാണെന്ന് ആലോചിക്കണം. അതൊരു നാടകമാണ് തോപ്പിൽ ഭാസിയെന്ന് ആലോചിക്കണം. എന്ന പോലെ തന്നെ നമ്മൾ കലാസൃഷ്ടി നമുക്ക് ഇഷ്ടപ്പെടുക, നാടകമോ സിനിമയോ എന്നുള്ളതല്ല, നമ്മളെ സ്വാധീനിക്കാൻ കഴിയുന്നോ, കഥ സ്വാധീനിക്കാൻ കഴിയുമോ, കഥാപാത്രം സ്വാധീനിക്കാൻ കഴിയുന്നോ, ആ നടൻ നമ്മളെ സ്വാധീനിക്കാൻ കഴിയുന്നോ, ആ രീതിയിലേക്ക് പ്രേക്ഷകരെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കാണ് നേര് 21-ാം തീയതി ഇവർ തിയേറ്ററിലേക്ക് എത്തിക്കുന്നത് എന്നാണ് അണിയറ രഹസ്യങ്ങളായി നമുക്ക് പറയാൻ കഴിയുന്നത്. അതൊരു നല്ല സിനിമ തന്നെയായിരിക്കും. അപ്പോൾ മോഹൻലാൽ ഇമേജ് മാറ്റിമറിക്കാൻ ഒരു പുതിയ സിനിമ, അത് കഴിഞ്ഞിട്ടോ, അത് കഴിഞ്ഞും വരാനിരിക്കുന്ന 4-5 സിനിമകളുണ്ടെന്ന് ആലോചിക്കണം. മലൈക്കോട്ടെ വാലിബൻ, ആ സിനിമ കേട്ടില്ലേ? ആ സിനിമയുടെ ഒരു ഗാനം ഇപ്പോൾ ബമ്പർ ഹിറ്റായി മാറി കഴിഞ്ഞിരിക്കുന്നു. അത് ജനുവരി 25-ന് റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞ് ഏറെ പ്രതീക്ഷയുള്ളൊരു സിനിമയാണെന്ന് ആലോചിക്കണം. പ്രത്യേകിച്ച് അവാർഡുകൾ വാരിക്കൂട്ടുന്ന ലിജോ ജോസ് പെല്ലിശ്ശേരി രചനയും സംവിധാനം നിർവഹിച്ചൊരു സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന് ആലോചിക്കണം. ഇത് കഴിഞ്ഞ വർഷം മുതൽ തന്നെ ഇത് ഭയങ്കര പ്രചരണം തന്നെയാണ്. അത് മൗത്ത് ടു മൗത്ത് പോലെ ഇങ്ങനെ ആ രീതിയിലുള്ള പ്രചരണമാണ് ഈ സിനിമയ്ക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആലോചിക്കണം. ആ സിനിമ നിർമ്മിക്കും വേറൊരു പ്രത്യേകതയുണ്ട് ഇവിടെ. അത് നിർമ്മിച്ചിരിക്കുന്നവരിൽ ഒരാൾ ഷിബു ബേബി ജോൺ, മുൻ മന്ത്രിയാണ്, RSPയുടെ നേതാവ് കൂടിയാണെന്ന് ആലോചിക്കണം. ആദ്യം ഷിബു ബേബി ജോണും പഴയ സിനിമ, അതായത് നല്ല സിനിമകൾ ചെയ്ത സെഞ്ചുറി കൊച്ചുമോനും ചേർന്ന് ഒരു പങ്കാളിത്തം കൂടി ഈ സിനിമയ്ക്ക് ഉണ്ടെന്നല്ല. അങ്ങനെയുള്ളൊരു സിനിമ നമ്മൾ ഭ്രമാത്മകമായ ലോകത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. അതിലെ മോഹൻലാലിൻ്റെ യഥാർത്ഥ കഥാപാത്രം പുറത്തു വിട്ടിട്ടില്ലെങ്കിലും അതിന് വ്യത്യസ്തമായ 2 തലങ്ങളുള്ള കഥാപാത്രമായിട്ടാണ് മോഹൻലാൽ വരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ സിനിമയും മോഹൻലാലിന് പ്ലസ് പോയിന്റ് നേടിക്കൊടുക്കും. പിന്നെ വരാനിരിക്കുന്ന മറ്റു സിനിമകൾ നോക്കൂ. ബറാസ് എന്നുള്ള സിനിമ, പിന്നെ ഇതിൻ്റെ 2ാം ഭാഗം പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന സിനിമ എമ്പുരാൻ, ഇതൊക്കെ മോഹൻലാൽ എന്ന നടനെ തിരിച്ചു വരവ്, അതല്ലെങ്കിൽ പഴയ സൂപ്പർ സ്റ്റാറിലേക്ക് എത്തിക്കുന്ന നിലപാടാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടി സൂപ്പർ സ്റ്റാറും മോഹൻലാൽ സൂപ്പർ സ്റ്റാറും അടങ്ങിയ സിനിമ മലയാള സിനിമയിലെ അച്ചുതണ്ട് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ ഞങ്ങൾ ധൈര്യം കാണിക്കുന്നത്.